ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇംപ്രസ് സിസ്റ്റം എന്നുള്ളതാണ്. ഇംപ്രസ് സിസ്റ്റം നമ്മൾ പെറ്റി ക്യാഷുമായിട്ട് റിലേറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കും. അപ്പം പെറ്റി ക്യാഷ് ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇംപ്രസ് സിസ്റ്റത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇംപ്രസ് സിസ്റ്റം എന്താണെന്നുള്ള ചെറിയൊരു എക്സാമ്പിൾ ത്രൂ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വലിയ കമ്പനിയാണ് അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്സാണ്. അവിടെ നമ്മൾ എന്താണ് ഒരു ചീഫ് അക്കൗണ്ടന്റ് കാണാം. അപ്പോൾ ഈ ചീഫ് അക്കൗണ്ടന്റ് ആയിരിക്കും ബാക്കിയുള്ള വലിയ ലക്ഷങ്ങൾ, കോടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ചീഫ് അക്കൗണ്ടന്റ് ആയിരിക്കും. ഇതേപോലെ പെൻ വാങ്ങിക്കുന്നതും സ്റ്റേഷനറി അല്ലെ ഈ പറയുന്ന കാൽക്കുലേറ്റർ വാങ്ങിക്കുന്നതും അല്ലെങ്കിൽ പൗച്ച് വാങ്ങിക്കുന്നതും ഇതെല്ലാം ആരുടെ ഡീലിങ്സ് ആയിരിക്കും? പെറ്റി ക്യാഷ്യർ ആയിരിക്കും. കാരണം എന്താണ് പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന അല്ലറ ചില്ലറ വരുന്ന ചിലവുകൾ ആര് ഡീൽ ചെയ്യത്തില്ല? ചീഫ് അക്കൗണ്ടന്റ് ഡീൽ ചെയ്യത്തില്ല. കാരണം ലക്ഷങ്ങൾ കോടികളിൽ ഡീൽ ചെയ്യുന്നതിനിടയ്ക്ക് 10 രൂപ 20 രൂപ എന്നുള്ള രീതിയിൽ ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ചീഫ് അക്കൗണ്ടന്റ് എന്തോ ചെയ്യുന്നതെന്ന് അറിയോ? എല്ലാ മാസത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫിക്സഡ് എമൗണ്ട് പെറ്റി ക്യാഷ് ഫണ്ട് എന്നും പറഞ്ഞ് ആ ഫണ്ടിലോട്ട് മാറ്റും. ഓക്കെ, അതെന്തിനാണ്? ഈ പറയുന്ന അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയിരിക്കാം. ആ ഒരു ഫിക്സ്ഡ് എമൗണ്ട് എല്ലാ മാസത്തിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ ഇത് മാറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എക്സാമ്പിൾ പ്രകാരം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒക്ടോബർ മാസമാണ് എടുക്കുന്നത്. അപ്പം ഒക്ടോബർ മാസത്തിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ 1 ഒക്ടോബറിൽ ഇവിടെ ചീഫ് അക്കൗണ്ടന്റ് എന്താ ചെയ്യുന്നത്? ഒരു 500 രൂപ പെറ്റി ക്യാഷ് ഫണ്ടിലോട്ട് മാറ്റി. ഓക്കെ, അപ്പം അവിടാണ് നമ്മുടെ ആരുടെ റോള് വരുന്നത്? പെറ്റി ക്യാഷറുടെ റോള് വരുന്നത്. പെറ്റി ക്യാഷർ എന്താണ് ചെയ്യുന്നത്? ഈ 500 രൂപ എടുക്കും. ഓക്കെ, 500 രൂപ എടുത്തിട്ട് ഒക്ടോബർ മാസം വരുന്ന അല്ലറ ചില്ലറ അല്ലെങ്കിൽ അലുവലത്തെ ചിലവുകൾക്കെല്ലാം എന്തായിരിക്കും? ഈ 500 രൂപ വെച്ചിട്ടായിരിക്കും ചിലവാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടത്തെ എക്സാമ്പിൾ പ്രകാരം 500 രൂപ ആരുടെ കയ്യിലുണ്ട്? 500 രൂപയാണ് നമുക്ക് ഇവിടെ പെറ്റി ക്യാഷ് ഫണ്ടിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 500 രൂപ ഉണ്ട്. ഈ 500 രൂപയിൽ നിന്ന് എന്തൊക്കെയാണ് ചിലവായത്? സ്റ്റേഷനറിക്ക് ഒരു 100 രൂപയായി, പോസ്റ്റേജിന് ഒരു 50 രൂപയായി, അതേപോലെ ട്രാവലിങ്ങിനും ഒരു 150 രൂപയായി. ഓക്കെ, അപ്പോൾ 500 രൂപയാണ് പെറ്റി ക്യാഷ്യറുടെ കയ്യിലിരിക്കുന്നത്. ചിലവായത് എത്രയാണ്? 300 രൂപയാണ്. ഓക്കെ, അപ്പോൾ ബാലൻസ് എത്ര മാത്രമാണ്? 31 ഒക്ടോബർ ആയപ്പോൾ പെറ്റി ക്യാഷ്യറുടെ കയ്യിലിരിക്കുന്ന 200 രൂപയാണ്. ഓക്കെ, 500 രൂപ കയ്യിലുണ്ടായിരുന്നു. ആ 500 രൂപ ഈ പറഞ്ഞ പോസ്റ്റേജ്, സ്റ്റേഷനറി, ട്രാവലിംഗ് എല്ലാം കൂടെ ചിലവായപ്പോൾ 300 രൂപ ചിലവായി. ബാക്കി പെറ്റി ക്യാഷ്യറുടെ കയ്യിലിരിക്കുന്നത് 200 രൂപയാണ്. ഓക്കെ, അപ്പം ഒക്ടോബർ മാസം കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടന്റ് അല്ലെ ചീഫ് അക്കൗണ്ടന്റ് മാറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പെട്ടെന്ന് നമുക്ക് നവംബർ മാസത്തെ ഒരു ഡീലിംഗ് എടുക്കാം. ഓക്കെ, 1 നവംബർ ആകുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് എന്തായിരിക്കും വരുന്നത്? ഈ പറയുന്ന ചീഫ് അക്കൗണ്ടന്റ് വീണ്ടും 500 രൂപ ഇടുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനല്ല. ഓക്കെ, ചീഫ് അക്കൗണ്ടന്റ് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ കഴിഞ്ഞ മാസം എത്ര രൂപ ചിലവായി എന്നുള്ളത് നോക്കും. അപ്പോൾ ചീഫ് അക്കൗണ്ടന്റ് നോക്കുമ്പം എന്താണ്? 300 രൂപ ചിലവായി. ഓക്കെ, ഇപ്പം 1 നവംബറിൽ എത്ര മാത്രമേ നമ്മുടെ പെറ്റി ക്യാഷ് ഫണ്ടിൽ കിടപ്പുള്ളൂ? 200 രൂപ കിടക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ചീഫ് അക്കൗണ്ടന്റ് എന്ത് ചെയ്യുമെന്നറിയോ? ബാക്കി 500 ആണ് എല്ലാ മാസവും ഫിക്സഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞിട്ടുള്ളൂ. ആ 500-ൽ 200 രൂപ കയ്യിലുണ്ട്, 300 രൂപ ചിലവായി പോയി. അപ്പോൾ കഴിഞ്ഞ മാസം ചിലവായി പോയ പൈസ എത്ര ആണോ അത് ഈ പറയുന്ന നമ്മുടെ പെറ്റി ക്യാഷ് ഫണ്ടിലോട്ട് മാറ്റും. അപ്പോൾ പെറ്റി ക്യാഷ് ഫണ്ടിൽ ഓൾറെഡി ഒരു 200 കിടപ്പുണ്ട്. ഈ 200 ഏതാണ്? നമ്മുടെ ഒക്ടോബർ മാസം ബാക്കി വന്നതാണ്. ഓക്കെ, അപ്പോൾ 500 രൂപയ്ക്ക് എത്ര രൂപയും കൂടെ ആഡ് ചെയ്യണം? 300 രൂപയും കൂടെ ആഡ് ചെയ്യണം. അപ്പം ടോട്ടലി ഈ മാസം വീണ്ടും 500 ഇടുവോ? ഇല്ല. ചീഫ് അക്കൗണ്ടന്റ് എന്താണ് ചെയ്യുന്നത്? എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്കും. ആ ബാലൻസിൽ നിന്ന് നമുക്ക് 500 ആക്കാൻ എത്ര രൂപയും കൂടെ വേണം? 300 രൂപയും കൂടെ വേണം. സോ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ 1 നവംബറിൽ ചീഫ് അക്കൗണ്ടന്റ് എന്താ ചെയ്യുന്നത്? ഒരു 300 രൂപയും കൂടെ ഈ പറയുന്ന പെറ്റി ക്യാഷ് ഫണ്ടിലോട്ട് മാറ്റും. സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇംപ്രസ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ ആലോചിച്ചാൽ മതി നോർമൽ ഉള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളും ഒന്നും എന്താണ് നേരത്തെ പൈസ കൊടുത്തിട്ട് ഇത്ര മാത്രം ചിലവാക്കിയാൽ മതി എന്നുള്ളൊരു സംഭവം ഇല്ലല്ലേ? അല്ലെങ്കിൽ എല്ലാ മാസവും ഒരു കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് കൊടുക്കുന്ന അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇംപ്രസ് സിസ്റ്റത്തിൽ മാത്രമാണ് അല്ലെങ്കിൽ പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് മാത്രമാണ് നമ്മൾ ഇങ്ങനൊരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. എന്താണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? നമ്മൾ ഒരു ഫിക്സഡ് എമൗണ്ട് ഓൾറെഡി കൊടുക്കും. പക്ഷെ ആ എമൗണ്ട് എല്ലാ മാസം 500 കൊടുക്കുന്നൊന്നോ അങ്ങനല്ല. എല്ലാ മാസം 500 എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. കഴിഞ്ഞ മാസത്തെ ബാക്കിയുണ്ടോ അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കും കൊടുക്കുന്നത്. സോ ഇതാണ് ഇംപ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഇത് കുറേ പ്രാവശ്യം തിയറി എന്നുള്ള രീതിയിൽ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. തിയറിയും ഒരു മാർക്കിൻ്റെ പ്രോബ്ലം എന്നുള്ള രീതിയിലൊക്കെ, ഒരു മാർക്കിന് വേണ്ടി അങ്ങനെ പ്രോബ്ലം എന്നുള്ള രീതിയിലും ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ 500 രൂപ ഇട്ടു, 200 രൂപ ചിലവായിപ്പോയി, അപ്പോൾ അടുത്ത മാസം ചീഫ് അക്കൗണ്ടന്റ് എത്ര രൂപയായിരിക്കും ഇടുന്നത്? അങ്ങനെയുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. താങ്ക് യു.